ജിജോ വർഗീസ് അച്ഛനെ ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. ഏറ്റവും സ്നേഹബഹുമാനമുള്ള സി കെ ടൈറ്റസ് അച്ഛൻ, പ്രിയപ്പെട്ട ജോർജ് വർഗീസ് അച്ഛൻ, ഐ എ വർഗീസ് അച്ഛൻ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, യുവാക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്തയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ധ്യാനത്തിനും ചിന്തയ്ക്കുമായിട്ട് ഞാൻ തെരഞ്ഞെടുത്ത വേദഭാഗം ഇന്ന് സഭയായിട്ട് സ്ലീഹ ആയിട്ട് നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗമാകുന്നു. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നമ്മുടെ അല്പസമയത്തെ ദൈവവചനത്തിനായിട്ട് ഞാൻ തെരഞ്ഞെടുത്തത്. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാം വണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവിൻ. നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരമൊന്ന്, ആത്മാവൊന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനമൊന്ന്, എല്ലാവർക്കും മീതെ ഉള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവാം ദൈവമേ, നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾക്ക് വന്നു ചേരുവാൻ നീ അവിടുന്ന് ഒരുക്കി തരുന്നതായിട്ടുള്ള ഓരോ നല്ല നിമിഷങ്ങൾക്കായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം കരയറ്റുകയാണ്. പ്രിയ കർത്താവെ, ഇന്ന് നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ വന്നു ചേരുമ്പോൾ കേൾക്കുന്നതായിട്ടുള്ള വചനങ്ങൾ എല്ലാം കർത്താവെ അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുവാൻ തക്കോണം നീ അവിടുന്ന് ഇടയാക്കണമേ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രിയ കർത്താവെ, വചനം നിന്റേതാകുന്നു. അതുകൊണ്ട് തന്നെ കർത്താവെ, ഈ വചനം സംസാരിക്കുന്നതായിട്ടുള്ള അടിയന്റെ മേൽ നിന്റെ കൃപ കാരുണ്യം ഉണ്ടായിരിക്കണമേ. വചനം ഏത് ആത്മാവിൽ എഴുതിയിരിക്കുന്നു അതേ ആത്മാവിൽ സംസാരിപ്പാൻ തക്കോണം ഇടയായി തീരണമേ. ഇന്ന് ഞങ്ങളോട് ഈ വചനം സംസാരിക്കണമേ കർത്താവെ. വ്യത്യസ്തമായ ഭവനങ്ങൾ ഞങ്ങൾ ഇരിക്കുന്നു കർത്താവെ. ഈ വചന കേൾവി തടസ്സങ്ങളൊന്നുമില്ലാതെ ഞങ്ങൾക്ക് ഏവർക്കും പങ്കുചേരുവാൻ തക്കോണം നീ അവിടുന്ന് ഇടയാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നിന്റെ കൃപയിൽ ഞങ്ങളെ പൊതിയണമേ. മുൻപോട്ടുള്ള നിമിഷങ്ങൾ നിന്നെ കേൾക്കുന്ന നിമിഷങ്ങളാക്കി നീ അവിടുന്ന് തീർക്കണമെന്ന് യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയവുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. റീഡേഴ്സ് ഡൈജസ്റ്റിലെ ഒരു ചെറിയ കഥ ഞാൻ ഇപ്രകാരം കേട്ടിട്ടുണ്ട്. ഒരിക്കൽ ഒരു ആള് മെന്റൽ ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഈ മെന്റൽ ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്യാനായിട്ട് പോയ സമയത്ത് ഒരാള് ഈ മെന്റൽ ഹോസ്പിറ്റൽ കാണിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു, ഇതിൻ്റെ അകത്ത് എത്ര ഭ്രാന്തന്മാരുണ്ട്, എത്ര പേര് ചികിത്സയിലുണ്ട്? അപ്പോൾ ഈ കൊണ്ടുപോയതായിട്ടുള്ള ആള് പറഞ്ഞു, ഏകദേശം 200ഓളം ആളുകൾ ഉണ്ട് എന്ന് പറയുകയുണ്ടായി. അപ്പോൾ ഈ ആള് ചോദിച്ചു, 200 പേരോ? എന്നാൽ ഈ 200 പേരെ നോക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ശ്രദ്ധിച്ചപ്പോൾ ആകെപ്പാടെ 3 ഗാർഡേ ഉള്ളല്ലോ ഇവിടെ നോക്കാൻ വേണ്ടിയിട്ട്, 3 സെക്യൂരിറ്റി ഉള്ളൂ. ഈ 200 പേരെ ഈ പറയുന്നതായിട്ടുള്ള 3 പേർക്ക് നോക്കാനായിട്ട് സാധ്യമായി തീരുമോ എന്ന് ചോദിച്ചതായിട്ടുള്ള സമയത്ത് ഈ പറയുന്നതായിട്ടുള്ള കൊണ്ടുപോയതായിട്ടുള്ള ആള് പറഞ്ഞതായിട്ടുള്ള മറുപടി വളരെ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറഞ്ഞു, the people over here will not escape because lunatics never unite. ഭ്രാന്തന്മാർ ഒരിക്കലും ഒരുമിച്ച് ചേർന്ന് നിൽക്കത്തില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു തരത്തിലെ പേടിയില്ല. അങ്ങനെ സംഘം ചേർന്ന് ഓടിപ്പോകാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കത്തില്ല. ഒരു അർത്ഥവത്തായ ഒരു കാര്യമാണ് അതിൻ്റെ അകത്ത് പറഞ്ഞ എങ്കിൽ പോലും അങ്ങനെയെങ്കിൽ ഇന്നത്തെ ഒരു കാലഘട്ടവുമായിട്ട് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ ആർക്കാണ് യഥാർത്ഥത്തിൽ ഭ്രാന്ത് എന്ന് നമ്മൾ ഓരോരുത്തരും ഒന്ന് സൂക്ഷ്മമായിട്ട് പരിശോധിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. യൂണിറ്റി ഓഫ് ദ ചർച്ച് ഫോർ ദ വിറ്റ്നസ് ഓഫ് ലൈഫ് എന്ന വിഷയമാണ് ഇന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിച്ചതും ധ്യാനിച്ചതും എല്ലാം. CSI സഭയുടെ 74th ഇയർ ഓഫ് ഫോർമേഷൻ, അതിനെ ഓർക്കുന്നതായിട്ടുള്ള ഒരു ദിവസം കൂടെയാകുന്നു ഇന്നത്തെ ഈ ഒരു ദിവസം. അതിനാണ് ഇന്ന് സഭ ഇത്തരത്തിൽ വേർതിരിക്കുവാൻ തക്കോണം ഇടയായി തീർന്നത്. ഐക്യത്തെക്കുറിച്ച് ഇന്ന് പ്രഭാതത്തിലെ പ്രസംഗത്തിലും നമുക്കത് കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ ഐക്യത്തെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നതായിട്ടുള്ള സമയത്ത്, മനസ്സിലാക്കുന്നതായിട്ടുള്ള സമയത്ത് ഒരു കാര്യം നമ്മൾ ഓർത്തിരിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. ഐക്യം എന്ന് പറയുന്നത് അത് യൂണിഫോമിറ്റി അല്ല, അത് കൺഫോമിറ്റിയും അല്ല. ഒരിക്കലും യൂണിറ്റി എന്ന് പറയുന്നതായിട്ടുള്ള സമയത്ത് ദാറ്റ് ഇസ് നോട്ട് യൂണിഫോമിറ്റി, ദാറ്റ് ഇസ് നോട്ട് കൺഫോമിറ്റി. എല്ലാവരും ഒരുപോലെ തന്നെ വസ്ത്രം ധരിക്കുക, അല്ലെങ്കിൽ എല്ലാവരും ഒരുപോലെ തന്നെ സംസാരിക്കുക, എല്ലാവരും ഒരുപോലെ തന്നെ ആയി തീരുക എന്നല്ല
ഈ പറയുന്നതായിട്ടുള്ള യൂണിറ്റി എന്ന് പറയുന്നതായിട്ടുള്ള വാക്കും കൊണ്ട് അർത്ഥം വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അങ്ങനെയെങ്കിൽ എന്താണ് യൂണിറ്റി? വാട്ട് ഈസ് യൂണിറ്റി? അങ്ങനെയെങ്കിൽ യൂണിറ്റി എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ടുഗെദർ വി പെർസ്യൂ എ കോമൺ ഒബ്ജക്റ്റീവ്. വ്യത്യസ്തരാണ് നമ്മൾ, നമുക്ക് എല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ള ശൈലിയുണ്ട്, നമ്മൾക്ക് എല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തന രീതിയുണ്ട്, നമുക്ക് എല്ലാവർക്കും വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ ഓരോ കാര്യങ്ങളെ മനസ്സിലാക്കുന്നതും ഗ്രഹിക്കുന്നതും എല്ലാം. പക്ഷെങ്കിൽ നമ്മുടെ കോമൺ എയിം, ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഒന്ന് മാത്രമാണ്. അത് നേടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഒരു പക്ഷെങ്കിൽ ഇന്ന് പ്രഭാതത്തിലെ പ്രസംഗം നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട അച്ഛൻ ഉപയോഗിച്ചതായിട്ടുള്ള ഒരു ഇലസ്ട്രേഷൻ, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്, സിംഫണി, ഹാർമണി, ഇതൊക്കെയും എപ്പോഴാണ് ഏറ്റവും മധുരമായിട്ട് കേൾക്കുവാനായിട്ട് ഇടയായി തീരുന്നത്? അത് എല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ആണ്, എല്ലാവരും അവരവരുടെ റോളാണ് പ്ലേ ചെയ്യുന്നത്. പക്ഷെങ്കിൽ അറ്റ് ദി എൻഡ് അവർക്ക് ഒറ്റ ഒരു ഉദ്ദേശമേ ഉള്ളൂ, അവരെ ഏൽപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള പാട്ട് ഏറ്റവും ബെസ്റ്റായ രീതിയിൽ പാടുവാൻ തക്കോണം അവരുടെ ആ ഒരു ഇൻസ്ട്രുമെന്റിൽ നിന്ന് ഏറ്റവും ബെസ്റ്റായ ശബ്ദം വെളിയിലേക്ക് വരിക എന്ന് മാത്രമേ ഉള്ളൂ ഒരു ഉദ്ദേശം. അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ യൂണിറ്റി എന്ന് നമ്മൾ പറയുന്നതായിട്ടുള്ള സമയത്ത് മനസ്സിലാക്കേണ്ടത്. എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തെക്കുറിച്ചുള്ള ഒരു ഹിസ്റ്ററി ഒന്നും ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം ഈ 6 വാക്യത്തിൽ തന്നെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറയാനായിട്ടുണ്ട്. എന്നാൽ ഒന്ന് പെട്ടെന്ന് നമ്മൾ നോക്കുന്നതായിട്ടുള്ള സമയത്ത് ഒരു കാര്യം നമുക്ക് ഒന്ന് പെട്ടെന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ഒന്ന് പറഞ്ഞു പോകുകയാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ 6 അധ്യായം എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ കാണാനായിട്ട് സാധ്യമായി തീരും. ആ 6 അധ്യായത്തെ നമുക്ക് 2ആയിട്ട് വിഭജിക്കാനായിട്ട് സാധ്യമായി തീരും. അതിലെ 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങൾ ദാറ്റ് ഇസ് പൊസിഷൻ ഓഫ് ബിലീവേഴ്സ്. എന്താണ് വിശ്വാസികളായിരിക്കുന്നതായിട്ടുള്ള ആളുകൾ അവർ വിശ്വസിക്കേണ്ടത്, അവരെന്താണ് ബിലീവ് ചെയ്യേണ്ടത് എന്നാകുന്നു ഈ 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ പരാമർശിക്കുന്നത്. എന്നാൽ 4 മുതൽ 6 വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നതായിട്ടുള്ള സമയത്ത് അവിടെ നമ്മൾ കാണുന്നു ഈ ഒരു പൊസിഷൻ എന്ന് പറയുന്ന നിലയിൽ നിന്ന് ടോൺ മാറുകയാണ്, ആശയങ്ങൾ മാറുകയാണ്. അവിടെ പറയുന്നത് ദ പ്രാക്ടീസ് ഓഫ് ബിലീവേഴ്സ്. അപ്പോൾ 1 മുതൽ 3 വരെ പൊസിഷൻ ഓഫ് ബിലീവർ ആണെങ്കിൽ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ നോക്കുന്നതായിട്ടുള്ള സമയത്ത് വി സീ ദാറ്റ് ഇസ് പ്രാക്ടീസ് ഓഫ് ബിലീവേഴ്സ്. എന്ത് വിശ്വസിക്കുന്നു അത് വളരെ പ്രധാനമുള്ള കാര്യമാണ്. എന്നാൽ വിശ്വസിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ പ്രാവർത്തികത്തിൽ കൊണ്ടുവരാനായിട്ട് സാധ്യമായി തീർന്നിട്ടുണ്ടോ ഇല്ലയോ എന്നും വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെയെങ്കിൽ ഒരു ദൈവശാസ്ത്രജ്ഞൻ പറയുന്നത് 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങൾ ഇറ്റ് ഇസ് ഓർത്തഡോക്സി, ശരിയായ കാര്യങ്ങൾ ബിലീഫ് പഠിപ്പിക്കുന്നതായിട്ടുള്ള അധ്യായങ്ങളാകുന്നു, ഡോക്ട്രിനൽ ആണ്, ചില പഠിപ്പിക്കൽ അവിടെ പഠിപ്പിക്കുകയാണ്. എന്നാൽ 4 മുതൽ 6 വരെയുള്ള അധ്യായങ്ങൾ ദാറ്റ് ഇസ് പ്രാക്ടിക്കൽ, ഓർത്തോപ്രാക്സിയാണ്. ഈ പഠിച്ചതായിട്ടുള്ള വിശ്വാസം, ഈ നേടിയെടുത്തതായിട്ടുള്ള കാര്യങ്ങൾ അതിനെ ശരിയായ രീതിയിൽ പ്രാവർത്തികം ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം, അല്ലെങ്കിൽ എങ്ങനെയാണ് ആക്കാനായിട്ട് സാധ്യമായി തീരുന്നത് എന്നതിൻ്റെ ഒരു വർണ്ണനം നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധ്യമായി തീരുകയാണ്. ഈ അധ്യായം തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷിലാണ് അത് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട്. ഇംഗ്ലീഷിൽ തുടങ്ങുമ്പോൾ ഇപ്രകാരമാണ് തുടങ്ങുന്നത്, ഐ ദെയർഫോർ. ഐ ദെയർഫോർ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. എന്ന് ഇതിനു മുൻപ് പറഞ്ഞതായിട്ടുള്ള പല കാര്യങ്ങളെ ആസ്പദമാക്കി ഞാൻ അതുകൊണ്ട് ഇങ്ങനെയാണ് എൻ്റെ ജീവിതം ക്രമീകരിച്ചിരിക്കുന്നത്, ഇങ്ങനെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ജീവിതം ക്രമീകരിക്കണം എന്ന് ആഗ്രഹിക്കുന്നതും താല്പര്യപ്പെടുന്നതും എന്ന് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുകയും താല്പര്യപ്പെടുകയും ചെയ്യുകയാണ്. ജോൺ മെക്കാർത്തർ, ഒരു നല്ല എഴുത്തുകാരൻ, ഒരു നല്ല പട്ടക്കാരൻ, ഗ്രേസ് ടു യു ചർച്ച് എന്ന് പറയുന്നതായിട്ടുള്ള ചർച്ചിനെയൊക്കെയും ലീഡ് ചെയ്യുന്നതായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ തന്നെ ഒരു ബൈബിൾ സ്റ്റഡി ബുക്ക് ഉണ്ട്. ആ ബൈബിൾ സ്റ്റഡി ബുക്കിന്റെ അകത്ത് അദ്ദേഹം ഈ ഒരു ദെയർഫോർ എന്ന് പറയുന്നതായിട്ടുള്ള വാക്കിനെ പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറയുന്നു, ഈ ദെയർഫോർ എന്ന് പറയുന്നതായിട്ടുള്ള വാക്ക് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഉൾപ്പെടുത്തുമ്പോൾ 3-ാം അധ്യായത്തിൽ നിന്ന് 4-ാം അധ്യായത്തിലേക്ക് വരുന്നതായിട്ടുള്ള സമയത്ത് വായിക്കുന്നതായിട്ടുള്ള ആളുകളോട് പറയാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ദാറ്റ് ഈസ് ഹി ഈസ് മൂവിങ് ഫ്രം ഡോക്ട്രിൻ ടു ഡ്യൂട്ടി, ഹി ഈസ് മൂവിങ് ഫ്രം പ്രിൻസിപ്പിൾ ടു പ്രാക്ടീസ്, and he is moving from position to behavior. ഈ ഒരു അധ്യായത്തിലേക്ക് വരുന്നതായിട്ടുള്ള സമയത്ത് ഇതുവരെ പറഞ്ഞതായിട്ടുള്ള തിയററ്റിക്കൽ ആയിട്ടുള്ള കാര്യം ഇനിയും പ്രാക്ടിക്കലി നമുക്ക് എങ്ങനെ ചെയ്യാനായിട്ട് സാധ്യമായി തീരും, എങ്ങനെ ഇതിനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുൻപോട്ട് കൊണ്ടുപോകണം എന്നതിനെ കുറിച്ച് ഇവിടെ പറയുകയാണ്. 3 ചിന്തകൾ നിങ്ങളോടൊപ്പം പങ്കുവെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത് നമ്മൾ ഇവിടെ നോക്കുന്നതായിട്ടുള്ള സമയത്ത് നമുക്ക് കാണാനായിട്ട് സാധ്യമായി തീരും വാട്ട് ഇസ് ദ ബേസിസ് ഓഫ് വാട്ട് പോൾ ഈസ് സ്റ്റഡിങ് അബൌട്ട്. എന്താണ് യഥാർത്ഥമായിട്ട് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം? വാട്ട് ഇസ് ദ ബേസിസ് ഓഫ് വാട്ട് ഓൺ വിച്ച് പോൾ ഇസ് സ്പീക്കിംഗ് അബൌട്ട്?
അപ്പോസ്തലനായ പൗലോസ് നമ്മളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഒരു കാര്യത്തിന് നമുക്കൊരു ഉറപ്പുണ്ടായിരിക്കണം. അതായത്, ഹൂ ഹാസ് കോൾഡ് മീ ആൻഡ് ഫോർ വാട്ട് ഐ എം കോൾഡ്. ആരാണ് എന്നെ വിളിച്ചിരിക്കുന്നത്, എന്തിനാണ് എന്നെ വിളിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഹൂ ഹാസ് കോൾഡ് മീ ആൻഡ് ഫോർ വാട്ട് ഐ എം കോൾഡ്. ഏതൊരു ശുശ്രൂഷ ആണെന്ന് പറഞ്ഞാൽ പോലും ആ ശുശ്രൂഷയിൽ എന്തിനു വേണ്ടിയിട്ടാണ് ദൈവം എന്നെ ഈ ഒരു ശുശ്രൂഷയിലേക്ക് ആക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ശുശ്രൂഷ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്, ആരാണ് ഈ ശുശ്രൂഷ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്, ആ ഒരു ബോധ്യം ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോസ്തലനായ പൗലോസ് തന്നെത്താനെ പരാമർശിക്കുന്ന ഒരു പദം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അദ്ദേഹം പറയുന്നത്, എ പ്രിസണർ ഫോർ ദ ലോർഡ്. ഞാൻ കർത്തൃ സേവ നിമിത്തം ബദ്ധനായി ഇരിക്കുന്ന ഞാൻ. ഐ ആം എ പ്രിസണർ എന്നാണ് പറയുന്നത്. എ പ്രിസണർ ഓഫ് ദ ലോർഡ്. ഭയങ്കര യുണീക്ക് ആയിട്ടുള്ള ഒരു പദമാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. അദ്ദേഹം മറ്റൊരിടത്തും അത് അത്രയും ഈ പദം ഉപയോഗിച്ചിട്ടുണ്ട്. ആരാണ് ഒരു പ്രിസണർ? ഹൂസ് എ പ്രിസണർ? എ പ്രിസണർ ഇസ് സംവൺ ഹു ഹാസ് ബീൻ ക്യാപ്ചർഡ്. ഒരാളെ പിടിച്ച് കൊണ്ടുപോയ ഒരാളാണ് പ്രിസണർ എന്ന് പറയുന്നതായിട്ടുള്ള ആള്. അങ്ങനെയെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുകയാണ്, ഐ എം എ പ്രിസണർ എന്ന് പറയുന്നതായിട്ടുള്ള സമയത്ത് അവിടെ ഉപയോഗിച്ചതായിട്ടുള്ള പദം ശരിക്കും ഇത് ഒരു വൺ ഓഫ് ദ പ്രിസൺ ലെറ്റേഴ്സ് ആണ്. കാരാഗ്രഹത്തിൽ ഇരിക്കുന്നതായിട്ടുള്ള സമയത്ത് എഴുതിയ ലേഖനങ്ങളിലെ ഒരു ലേഖനമാണ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം. അങ്ങനെയെങ്കിൽ ശരിക്കും പറയുകയാണെങ്കിൽ, ലിറ്ററലി പറയുകയാണെങ്കിൽ, ഈ പറയുന്നതായിട്ടുള്ള അപ്പോസ്തലനായ പൗലോസ് റോമറുടെ പ്രിസണർ ആണ്. പക്ഷെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് റോമൻ പ്രിസണിൽ കിടക്കുന്നതായിട്ടുള്ള സമയത്തും അപ്പോസ്തലനായ പൗലോസ് പറയുന്നതായിട്ടുള്ള ഒരു വാചകം ഇപ്രകാരമാണ്, ഐ എം ദ പ്രിസണർ ഓഫ് ദ ലോർഡ്. എന്താണ് അതിന്റെ അർത്ഥം? അപ്പോസ്തലനായ പൗലോസ് പറയാണ്, റോമാക്കാരല്ല എന്നെ പിടിച്ചിരിക്കുന്നത്, എന്നെ പിടിച്ചിരിക്കുന്നത് ദൈവമാണ്. ദൈവമാണ് എന്നെ പിടിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇന്ന് ഞാൻ ഈ സ്ഥിതിയിലായിരിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന് ഞാൻ ഈ പറയുന്നതായിട്ടുള്ള സ്ഥലത്ത് എത്തപ്പെടാനായിട്ട് കാരണമായി തീർന്നത് ദൈവം എന്നെ പിടിച്ചത് കൊണ്ട് മാത്രമാണ്, ദൈവം എന്നെ വിളിച്ചത് കൊണ്ട് മാത്രമാണ്. ഈ പറയുന്നതായിട്ടുള്ള ക്രിസ്തു എന്നെ വിളിച്ചില്ലായിരുന്നെങ്കിൽ, ഈ പറയുന്നതായിട്ടുള്ള ക്രിസ്തു എന്നെ നിർബന്ധിച്ചില്ലായിരുന്നെങ്കിൽ, ക്രിസ്തുവിന്റെ സ്നേഹം എനിക്ക് കാണാനും മനസ്സിലാക്കാനായിട്ടും ഇടയായി തീർന്നില്ലായിരുന്നെങ്കിൽ, ആ വിളിക്ക് ഞാൻ തിരിച്ച് മറുപടി പറഞ്ഞില്ലായിരുന്നെങ്കിൽ, ഇന്ന് ഈ കാരാഗ്രഹത്തിൽ ഞാൻ ഇരിക്കേണ്ട ആവശ്യം വരത്തില്ലായിരുന്നു. പക്ഷെങ്കിൽ എനിക്കറിയാം എന്നെ വിളിച്ചവൻ ആരാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ തടവിലായിരിക്കുമ്പോഴും ഞാൻ കർത്താവിന്റെ തടവുകാരനായിട്ട് ഞാൻ ഇവിടെ ആയിരിക്കുകയാണ് എന്ന് പറയുകയാണ്. കോളിംഗ് ഒരു വലിയൊരു വാക്കാണ്. സാധാരണ രീതിയിൽ രണ്ട് പ്രൊഫഷനെ ആണ്, പ്രൊഫഷൻ അല്ല വൊക്കേഷൻ എന്ന് പറയുന്നത്. അത് ഒന്ന് പട്ടക്കാർ, മറ്റൊന്ന് ഡോക്ടേഴ്സ്. ഏറെക്കുറെ പോലീസുകാരും അത്തരത്തിലാകുന്നു. ഇത് രണ്ടിനെയും പ്രൊഫഷൻ എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ വൊക്കേഷൻ ആണ് അതിന് കുറച്ചും കൂടെ അർത്ഥവത്തായ പദം അവിടെ നൽകുന്നത്. അപ്പോസ്തലനായ പൗലോസും ഇവിടെ ഈ വിളിയെക്കുറിച്ച് പറയുമ്പോൾ അപ്പോസ്തലനായ പൗലോസും ഉപയോഗിക്കുന്ന പദം അത് തന്നെയാണ്, വൊക്കേഷൻ തന്നെയാണ് അപ്പോസ്തലനായ പൗലോസും ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് വൊക്കേഷൻ എന്ന് പറയുന്ന ഈ പദം ഇവിടെ ഉപയോഗിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഈസ് നോട്ട് മീനിങ് a job or a profession or an occupation. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് ടു വാക്ക് ദ ജീസസ് ലൈഫ്, ക്രിസ്തുവിന്റെ നടപ്പ് നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഹ്വാനമാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ നടക്കുന്നത്. ക്രിസ്തുവിനെ റിഫ്ലക്ട് ചെയ്യുവാനും ക്രിസ്തുവിനെ റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ടുമുള്ള ഒരു വലിയ ആഹ്വാനമാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ നടത്തുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് നമ്മുടെ മുൻപിൽ, എന്തും നമുക്ക് ചെയ്യാനായിട്ട് സാധ്യമായി തീരും. ആൻഡി സ്റ്റാൻലി എന്ന് പറയുന്ന എഴുത്തുകാരൻ വളരെ നല്ല, പ്രത്യേകിച്ച് യൂത്തുമായിട്ട് ബന്ധപ്പെട്ട നല്ല പുസ്തകങ്ങൾ എഴുതുന്നതായിട്ടുള്ള ഒരാളാണ് ആൻഡി സ്റ്റാൻലി എന്ന് പറയുന്നതായിട്ടുള്ള ആള്. അദ്ദേഹം എഴുതിയ ഒരു നല്ല പുസ്തകമാണ് നെക്സ്റ്റ് ജനറേഷൻ ലീഡർ. ഈ നെക്സ്റ്റ് ജനറേഷൻ ലീഡർ എന്ന് പറയുന്നതായിട്ടുള്ള ഈ പുസ്തകത്തിൻ്റെ അകത്ത് അദ്ദേഹം പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഇപ്രകാരമാകുന്നു. അദ്ദേഹം പറയുന്നു, there are many things you could do. ഈ ലോകത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട്, ബട്ട് there is only one thing you should do. നമ്മുടെ മുൻപിൽ അനേക ഓപ്ഷൻസ് ഒരു പക്ഷെങ്കിൽ നമുക്ക് നിരന്തരമായിട്ട് നമുക്ക് ലഭിക്കുവാൻ തക്കോണം സാധ്യമായി തീരും. ഒത്തിരി ഓപ്ഷൻസ് നമ്മുടെ മുൻപിൽ ഇങ്ങനെ തുറന്നു കിടക്കുകയാണ്. എന്നാൽ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം he is supposed to do only one thing. For a child of God, he is supposed to do only one thing. ഒറ്റ കാര്യമേ ഒരു ക്രിസ്ത്യാനിക്കോ ഒരു ദൈവത്തിന്റെ പൈതലിന് ചെയ്യാനായിട്ട് സാധ്യമായി തീരും. ഒത്തിരി അനേക ഓപ്ഷൻസ് അവൈലബിൾ ആണ് ഈ ലോകത്തിൽ ജീവിക്കുന്നതായിട്ടുള്ള സമയത്ത്. പക്ഷെങ്കിൽ ഒരു ക്രിസ്തു പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഒറ്റ കാര്യങ്ങൾ മാത്രമേ ചെയ്യാനായിട്ട് സാധ്യമായി തീരത്തുള്ളൂ. അപ്പോൾ എന്താണ് ബേസിസ്? അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഈ ലോകത്തിൽ ഒരു സാക്ഷിയായി തീരണമെന്നുണ്ടെങ്കിൽ,
ഒരു വിറ്റ്നസ് ആയി തീരണമെന്നുണ്ടെങ്കിൽ ചില ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ആരാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നതും എന്തിനാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നതും അത് നമുക്ക് ഓർത്തിരിക്കുകയും അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഒന്നാമത്തേത് ബേസിസ് ആണെങ്കിൽ, രണ്ടാമത് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുകയാണ്, ഈ ബേസിസ് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ചില സ്വഭാവ മാറ്റങ്ങളും ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. എവിടെയൊക്കെയാണ്, ഏതൊക്കെ തലത്തിലാണ് സ്വഭാവ മാറ്റങ്ങൾ ഉണ്ടാകേണ്ടത് എന്ന് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയും. 5 കാര്യങ്ങൾ അപ്പോസ്തലനായ പൗലോസ് പറയാം. സോ ഇഫ് ദ ഫസ്റ്റ് തിങ് വാസ് ബേസിസ്, ദ സെക്കൻഡ് ഹി ഈസ് ടെല്ലിംഗ് അബൌട്ട് ദ ബിഹേവിയർ ഓഫ് എ ക്രിസ്ത്യൻ. ഒരു ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ചില സ്വഭാവ രൂപീകരണങ്ങൾ വളരെയധികം അത്യാവശ്യമാണ്. 5 കാര്യങ്ങൾ അപ്പോസ്തലനായ പൗലോസ് ഇവിടെ രേഖപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധ്യമായി തീരും. അതിൽ ഏറ്റവും തുടക്കത്തിൽ പറയുന്നത് പൂർണ്ണ വിനയത്തോടും, വിത്ത് ഓൾ ഹ്യൂമിലിറ്റി. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ ക്വാളിഫയർ കൂടെ അപ്പോസ്തലനായ പൗലോസ് ആഡ് ചെയ്യുകയാണ്. അപ്പോസ്തലനായ പൗലോസിന് വേണമെങ്കിൽ പറയാമായിരുന്നു വിനയത്തോടെ അല്ലെങ്കിൽ വിത്ത് ഹ്യൂമിലിറ്റി. പക്ഷെ അതിനോട് ചേർന്ന് അപ്പോസ്തലനായ പൗലോസ് ഒരു പദം കൂടെ ഉപയോഗിക്കുകയാണ്, വിത്ത് ഓൾ ഹ്യൂമിലിറ്റി, പൂർണ്ണ വിനയത്തോടുകൂടെ. അതായത് ഒരു അംശം പോലും അത് ബാക്കി വെക്കാതെ ആയിരിക്കണം ഈ വിനയം എന്ന് പറയുന്നതായിട്ടുള്ള ആശയം നമ്മുടെയൊക്കെയും ഉള്ളിൽ വരേണ്ടത്. നമ്മളൊക്കെയും വിനയാതീതരാണോ? നമുക്കൊക്കെ വിനയമുണ്ടോ എന്ന് നമ്മളൊന്ന് സൂക്ഷ്മ പരിശോധന ചെയ്താൽ ആർക്കും അങ്ങനെ വിനയമില്ല. നമ്മളെല്ലാവരും ആരിലൊക്കെയോ വലിയതാണ് എന്ന് നമുക്കെല്ലാവർക്കും ഒരു ബോധ്യമുണ്ട്. മറ്റവനേക്കാൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് ഞാൻ കുറച്ചും കൂടെ മെച്ചമാണ് എന്ന് ചിന്തിക്കാത്ത ഈ പ്രസംഗം കേൾക്കുന്ന ഇപ്പോൾ എൻ്റെ മുൻപിലുള്ള 120 പേരിൽ ഒരാൾ പോലും അല്ലാത്തവരില്ല എന്ന് ഞാൻ അങ്ങ് പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. എന്നെ ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത്. ഏതെങ്കിലുമൊക്കെയും കാര്യങ്ങളിൽ ഞാൻ മറ്റവനേക്കാൾ ശ്രേഷ്ഠനാണ്, മറ്റവനേക്കാൾ മെച്ചമാണ് എന്നുള്ള ഒരു ബോധ്യം നമുക്ക് എല്ലാവർക്കും എപ്പോഴെങ്കിലും ഒക്കെ വന്നു ചേരുന്നുണ്ട്. ഞാൻ വായിച്ചതായിട്ടുള്ള ഒരു പുസ്തകത്തിൻ്റെ അകത്ത് ഒരു ആശയം എന്നെ അത് ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ചു. എവിടുന്നാണ് ഈ പൂർണ്ണമായിട്ടുള്ള ഒരു വിനയം നമുക്ക് വരാനായിട്ട് കാര്യമായി തീരുന്നത്? When is it possible for this all humility to come in our life? It is only possible when I compare my life with that of Christ. ക്രിസ്തുവിന്റെ ജീവിതവുമായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തെ ഒന്ന് പരാമർശിക്കുകയാണെങ്കിൽ, ഒന്ന് നോക്കുകയാണെങ്കിൽ, ഒന്ന് താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ മാത്രമേ ഈ പറയുന്നതായിട്ടുള്ള അനുഭവം എൻ്റെ ജീവിതത്തിൽ പൂർണ്ണ വിനയത്തിന്റെ അനുഭവത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധ്യമായി തീരത്തുള്ളൂ. അതിൻ്റെ അകത്ത് പറഞ്ഞതായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ ശ്രദ്ധേയമാണ്. എപ്പോഴാണ് ആ ഒരു അനുഭവത്തിലേക്ക് എത്തുന്നത്? എന്നെ കുറിച്ചുള്ള ഒരു ബോധ്യം ദൈവത്തിന്റെ ബോധ്യവുമായിട്ട് ഞാനൊന്ന് ആഡ് ചെയ്യുമ്പോഴാണ് അവിടെ എങ്ങും എനിക്ക് എത്തിച്ചേരാനായിട്ട് പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ആരുമല്ല എന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ടാകുന്നത്. നമ്മൾ പലപ്പോഴും കമ്പയർ ചെയ്യുമ്പോൾ നമ്മളെക്കാൾ കുറച്ചും കൂടെ താന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നമുക്ക് അല്പം കൂടെ ഒരു താലന്ത് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ആ താലന്തിനെ വെച്ചുകൊണ്ടാണ് മറ്റുള്ളവരെ നമ്മൾ എപ്പോഴും കമ്പയർ ചെയ്യുന്നത്. എന്നാൽ അങ്ങനെ കമ്പയർ ചെയ്യുന്നതായിട്ടുള്ള സമയത്തും തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഈ ഒരു ഫുൾ ഹ്യൂമിലിറ്റി, ഒരു പൂർണ്ണ വിനയം നമുക്ക് ആർക്കും വരാനായിട്ട് ഇടയായി തീരത്തില്ല. എന്നാൽ അവിടെയാണ് ഈ പറയുന്നതായിട്ടുള്ള ഞാൻ എപ്പോഴും ദൈവത്തിന്റെ ഒരു നോളജുമായിട്ടും ദൈവത്തിന്റെ ഒരു അറിവും എന്നെക്കുറിച്ചുള്ള അറിവിനോടൊപ്പം ഞാൻ ദൈവത്തെക്കുറിച്ചുള്ള അറിവുമായിട്ട് ബന്ധപ്പെടുത്തി ഞാൻ ഒന്ന് തുലനം ചെയ്യുമ്പോൾ അവിടെ എനിക്ക് മനസ്സിലാകും ഒരു കാലത്തും എനിക്ക് അവിടെ എത്തിച്ചേരാനായിട്ട് സാധ്യമായി തീരുന്നില്ല. കാരണം ഗോഡ് ഇസ് പെർഫെക്ഷൻ. ദൈവം പെർഫെക്റ്റ് ആയതുകൊണ്ട് ഒരു കാലഘട്ടത്തിലും എനിക്ക് ആ പെർഫെക്റ്റ് എന്ന് പറയുന്നതായിട്ടുള്ള സ്ഥലത്ത് എത്തിച്ചേരാനായിട്ട് സാധ്യമായി തീരാത്തത് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഒരു വിനയത്തിന്റെ ഒരു അനുഭവം എപ്പോഴും എനിക്ക് ഉണ്ടായിരിക്കും. പക്ഷേ പലപ്പോഴും നമ്മൾ കമ്പയർ ചെയ്യുന്നതായിട്ടുള്ള സമയത്ത് അത്തരത്തിലെ ഒരു കമ്പാരിസൺ നമ്മൾ ഒരിക്കലും ചെയ്യാറില്ല. നമ്മൾ എപ്പോഴും കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുന്നത് നമ്മളെക്കാൾ അല്പം താഴെയുള്ളവരോട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഒരു പൂർണ്ണ വിനയം നമുക്ക് വരാനായിട്ട് സാധ്യമായി തീരത്തില്ല. ആ എഴുത്തുകാരൻ ഇപ്രകാരമാണ് പറയുന്നത്: ക്രിസ്ത്യൻ ഹ്യൂമിലിറ്റി ഷുഡ് ബി ബേസ്ഡ് ഓൺ ദ സൈറ്റ് ഓഫ് സെൽഫ്, വിഷൻ ഓഫ് ക്രൈസ്റ്റ് ആൻഡ് ദ റിയലൈസേഷൻ ഓഫ് ഗോഡ്. ഞാൻ ആരാകുന്നു എന്നുള്ളൊരു ബോധ്യം എൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്നതോ പള്ളിയിൽ പോകുന്നതായിട്ടുള്ള ആളുമായിട്ട് കമ്പയർ ചെയ്തല്ല, എന്നാൽ ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ വിഷനും അതോടൊപ്പം തന്നെ ഈ ദൈവം ആരാകുന്നു എന്നുള്ളതായിട്ടുള്ള ആ ഒരു വലിയ ബോധ്യത്തിൽ ഞാൻ ആയിരിക്കുമ്പോൾ ഈ പൂർണ്ണ വിനയത്തിന്റെ അനുഭവത്തിലേക്ക് എത്താനായിട്ട് സാധ്യമായി തീരും. ഈ ലോകത്തിൽ നേടിയെടുത്തിരിക്കുന്നതായിട്ടുള്ള ചില ഡിഗ്രികൾ, ഈ ലോകത്തിൽ ദൈവം കനിഞ്ഞ് നൽകിയതായിട്ടുള്ള ചില താലന്തുകൾ, അതൊക്കെയും വെച്ചുകൊണ്ട്
ഞാനും നമ്മളും ഒക്കെയും ആരൊക്കെയോ ആയി തീർന്നിട്ടുണ്ട് എന്നുള്ളൊരു ബോധ്യം ചിലപ്പോഴെങ്കിലും ഒക്കെ നമ്മളെ അലട്ടാറുണ്ട്. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ക്രിസ്തുവാണ് നമ്മളെ വിളിച്ചിരിക്കുന്നതെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് വിളിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പൂർണ്ണ വിനയത്തോടെ, ഒരു അംശം പോലും, ഒരു ഡ്രോപ്പ് പോലും മാറ്റി വെക്കാതെ ആയിരിക്കണം നമ്മുടെ ശുശ്രൂഷ ജീവിതം എന്ന് ഇവിടെ പറയുകയാണ്. പൂർണ്ണ വിനയത്തോടുകൂടെ, കംപ്ലീറ്റ് ഹ്യൂമിലിറ്റി, ഫുൾ ഹ്യൂമിലിറ്റി എന്നാണ് പറയുന്നത്. രണ്ടാമത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു ബിഹേവിയർ ആണ് ജെന്റിൽനെസ്, സൗമ്യത എന്ന് പറയുന്നത്. ഈ സൗമ്യത, ജെന്റിൽനെസ് എന്ന് ഇംഗ്ലീഷിൽ പറയുമ്പോൾ പലപ്പോഴും അത് വീക്ക്നെസ്സുമായിട്ട് ഒന്ന് താരതമ്യപ്പെടുത്താറുണ്ട്. എന്നാൽ ജെന്റിൽനെസ് എന്ന് പറയുന്നത് വീക്ക്നെസ് അല്ല, മീക്ക്നെസ് ആണ്. MEEK, അത് ചില ട്രാൻസ്ലേഷൻ ഉപയോഗിക്കുന്നുണ്ട്. ബട്ട് ഇറ്റ് കനോട്ട് ബി കമ്പയർഡ് വിത്ത് വീക്ക്നെസ്. ജെന്റിൽനെസ് എന്ന് പറയുന്നതായിട്ടുള്ള ഈ വാക്കിന്റെ അർത്ഥം വളരെ ശ്രദ്ധേയമാണ്. ജെന്റിൽനെസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം പറയുന്നത് ഗിവ് അപ്പ് ദ യൂസ് ഓഫ് പവർ ടു ഫോഴ്സ് അവർ വേ. എനിക്ക് അധികാരമുണ്ട്, ഞാൻ ഈ കാര്യങ്ങളൊക്കെയും ആഗ്രഹിക്കുന്നുണ്ട്, താല്പര്യപ്പെടുന്നുണ്ട്, പക്ഷെങ്കിൽ ഞാൻ എൻ്റെ പവർ ഉപയോഗിക്കുന്നില്ല. എൻ്റെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ പവർ ഉപയോഗിക്കുന്നില്ല. സിമ്പിൾ ടേംസിൽ പറയുകയാണെങ്കിൽ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടേംസിൽ പറയുകയാണെങ്കിൽ, ഈ പറയുന്നതായിട്ടുള്ള സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് സ്ട്രെങ്ത് അണ്ടർ കൺട്രോൾ. ഇതിനെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഗ്രീക്ക് ഫിലോസഫർ ആയിരിക്കുന്ന, ഗ്രീക്ക് തിങ്കർ ആയിരിക്കുന്ന അരിസ്റ്റോട്ടൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സംഭവം അദ്ദേഹം പറയുന്നതായിട്ട് എനിക്ക് വായിക്കാനായിട്ട് സാധ്യമായി തീർന്നു. അരിസ്റ്റോട്ടല് ഈ ചില പദങ്ങളെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഉപയോഗിച്ച ഒരു ടെക്നീക്ക് ഉണ്ട്. അദ്ദേഹം ഉപയോഗിച്ച ടെക്നീക്ക് എന്ന് പറഞ്ഞാൽ, ഏതൊരു വെർച്യു, ഏതൊരു മൂല്യം, അതിന് നല്ല വശവുമുണ്ട്, അഴുക്ക് വശവും നമുക്ക് ഒന്ന് മനസ്സിലാക്കാനായിട്ട് സാധ്യമായി തീരും. അദ്ദേഹം ഇത് രണ്ടിനെയും എടുത്തു വെച്ചിട്ട് അദ്ദേഹം പറയുന്നത് ഇത് രണ്ടിന്റെയും ആവറേജ് ആണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അങ്ങനെയെങ്കിൽ ഈ അരിസ്റ്റോട്ടൽ എന്ന് പറയുന്നതായിട്ടുള്ള ഗ്രീക്ക് ഫിലോസഫർ ഈ പറയുന്നതായിട്ടുള്ള ജെന്റിൽനെസ്സിന് കൊടുത്തിരിക്കുന്നതായിട്ടുള്ള ഒരു മീനിങ് ഇപ്രകാരമാണ്: ഹൂ ഇസ് എ പേഴ്സൺ ഹൂ ഇസ് ജെന്റിൽ? എ പേഴ്സൺ who is always angry at the right time and never angry at the wrong time. ആരാണ് ജെന്റിൽ? ആരാണ് മീക്ക്? A person who is always angry at the right time and never angry at the wrong time. ഈ ചില അധികാരം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആരുടെ മേലും എപ്പം വേണമെങ്കിലും കുതിച്ച് കയറാം എന്നുള്ള ഒരു ബോധ്യം ചിലപ്പോഴൊക്കെ നമുക്കുണ്ട്. എപ്പോഴും അതുകൊണ്ട് ആ ഒരു ആധികാരികതയിലാണ് നമ്മൾ സംസാരിക്കുന്നത്, എപ്പോഴും നമ്മൾ ആ ഒരു ആധികാരികതയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്നാൽ കർത്താവിനെ എടുത്തു നോക്കുമ്പോഴും ഹി വാസ് ജെന്റിൽ, ഹി വാസ് മീക്ക്, ബട്ട് ഹി വാസ് നോട്ട് വീക്ക്. പറയേണ്ടതായിട്ടുള്ള ആളുകളോട്, ദേഷ്യപ്പെടേണ്ടതായിട്ടുള്ള സമയങ്ങളിൽ കർത്താവ് തീർച്ചയായിട്ടും ദേഷ്യപ്പെട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞ് അധികാരം കിട്ടിയെന്ന് പറഞ്ഞ് കാണുന്നിടത്തും തോന്നുന്നിടത്തും എല്ലായിടത്തും ദേഷ്യപ്പെടുന്നതായിട്ടുള്ള ഒരു അനുഭവം കാണാനായിട്ട് നമുക്ക് സാധ്യമായി തീരത്തില്ല. ഒരു ക്രിസ്ത്യാനി എന്ന് പറയുന്നതായിട്ടുള്ള ആളിൽ ഉണ്ടാകേണ്ടതായിട്ടുള്ള രണ്ടാമത്തെ ഒരു സവിശേഷതയാണ് ഹി ഹാസ് ടു ബി ജെന്റിൽ. അത് ഒരു പക്ഷെങ്കിൽ നമ്മളുടെ പവർ ഒരു പക്ഷെങ്കിൽ വലിയ അധികാരത്തിലില്ല എന്ന് നമ്മൾ ചിലപ്പം പറയുമെങ്കിൽ പോലും ഭവനത്തിൽ ഒരു പക്ഷെങ്കിൽ എല്ലാ ഫാദേഴ്സിനും ഒരു അധികാരമുണ്ടല്ലോ. ആ അധികാരം ഉപയോഗിച്ച് നമ്മൾ പലപ്പോഴും എപ്പോഴും നമ്മൾ മക്കളെയൊക്കെ പേടിപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. എന്നാൽ ഈ പേടിപ്പിച്ച് നിർത്തുന്നതായിട്ടുള്ള സമയത്ത് എൻ്റെ ഫാദർ എപ്പോഴും എന്നോട് പറയുമായിരുന്നു, നീ ഇങ്ങനെ ഒത്തിരി പേടിപ്പിക്കാനായിട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവനൊന്നും കേൾക്കത്തില്ല. അതുകൊണ്ട് അതിൻ്റെ ഒരു ലിമിറ്റ് ഉണ്ട്. ഇന്നും എൻ്റെ അപ്പൻ്റെ മുന്നിൽ പോകാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. കാരണം എന്നെ അങ്ങനെ വലിയതായിട്ടൊന്നും എൻ്റെ അപ്പൻ അടിച്ചിട്ടില്ല, പക്ഷെങ്കിൽ എനിക്ക് എന്തോ ഒരു ഭയങ്കര പേടിയാണ്. ആ രീതിയിലാണ്. ഹി ഹാസ് ദ പവർ ആൻഡ് ഹി നോസ് വെൻ ടു എക്സിക്യൂട്ട് ഇറ്റ്. നമ്മൾ ചിലപ്പോഴൊക്കെ ഈ പവർ കിട്ടിയെന്ന് പറഞ്ഞ് തോന്നുന്നതിന്, കാണുന്നതിനും, പിടിച്ചതിനും എല്ലാം കയറി നമ്മൾ അങ്ങ് ഇത് ചെയ്യുമ്പോൾ ദാറ്റ് ഇസ് നോട്ട് ജെന്റിൽനെസ്. പറയേണ്ടിടത്ത് നമ്മൾ പറയണം, ശബ്ദം നമ്മൾ ഉയർത്തണം. ബട്ട് ജെന്റിൽനെസ്, സൗമ്യത, അത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ട വളരെ സവിശേഷതമായിട്ടുള്ള ഒരു കാര്യമാണ്. മൂന്നാമത് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത് നമുക്കുണ്ടാകേണ്ട ഒരു സവിശേഷത അല്ലെങ്കിൽ ഒരു ഗുണം, ഒരു സ്വഭാവ രീതി എന്ന് പറയുന്നത് പേഷ്യൻസ് ആണ്. അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത് പേഷ്യൻസ്. ഇന്നത്തെ ഈ ലോകത്തിൽ പേഷ്യൻസ് ഇല്ലാത്തവരാണ് നമ്മൾ എല്ലാവരും തന്നെ. ദീർഘക്ഷമ. ഈ ദീർഘക്ഷമ ശരിക്കും നമ്മൾ എപ്പോഴാണ് പഠിക്കുന്നത്? ജീവിതത്തിന്റെ പ്രയാസമേറിയ അനുഭവത്തിൽ കൂടെ പോകുമ്പോൾ മാത്രമേ ഈ ദീർഘക്ഷമ അല്ലെങ്കിൽ പേഷ്യൻസ് പഠിക്കാനായിട്ട് ഇടയായി നമുക്ക് തീരത്തുള്ളൂ. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഈ പേഷ്യൻസ് എന്ന് പറയുന്നതായിട്ടുള്ള വാക്കിന്റെ അർത്ഥം വളരെ വളരെ ശ്രദ്ധേയമാണ്. എനിക്കത് ജോൺ ക്രിസോസ്റ്റം എന്ന് പറയുന്നതായിട്ടുള്ള ചർച്ച് ഫാദർ
അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു ഡെഫിനിഷൻ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അദ്ദേഹം പറയുന്നത്, ദ സ്പിരിറ്റ് വിച്ച് ഹാസ് ദ പവർ ടു ടേക്ക് റിവെഞ്ച് ബട്ട് നെവർ ഡസ് സോ. എനിക്ക് റിവെഞ്ച് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പവർ എനിക്കുണ്ട്, പക്ഷെങ്കിൽ ഞാൻ അത് ചെയ്യുന്നില്ല. എനിക്ക് റിറ്റാലിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പവർ എനിക്കുണ്ട്, പക്ഷെങ്കിൽ ഞാൻ അത് ചെയ്യുന്നില്ല. ഞാൻ കാത്തിരിക്കുക, ക്ഷമയോടുകൂടെ കാത്തിരിക്കുകയാണ്. ഞാൻ മുൻപോട്ട് പോവുകയാണ്. അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ, എനിക്ക് അതിനോട് യാതൊരു പ്രശ്നവുമില്ല, എനിക്ക് അതിനോട് യാതൊരു പ്രയാസവുമില്ല. എന്നിട്ട് ഈ ജോൺ ക്രിസോസ്റ്റം കൊടുക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ഒരു എക്സാമ്പിൾ ഉണ്ട്, ഇലസ്ട്രേഷൻ ഉണ്ട്. ഒരു വലിയ പട്ടി, ഈ വലിയ പട്ടിയുടെ അടുത്ത് ഒരു ചെറിയ പട്ടി വന്ന് ഈ വലിയ പട്ടിയെ വാലയിലും കടിക്കും, മൂക്കയിലും കടിക്കും, ദേഹത്ത് അള്ളിപ്പറിക്കും, ഇതെല്ലാം ചെയ്യും. പക്ഷെ ഈ വലിയ പട്ടി ഇങ്ങനെ അനങ്ങാതിരിക്കും, ഒന്നും ചെയ്യത്തില്ല. അദ്ദേഹം പറയുന്നത്, വേണമെങ്കിൽ ഒരു കടിക്കേ ഉള്ളൂ ഈ ചെറിയ പട്ടി, ഒറ്റ ഒരു കടി കടിച്ചാൽ ഇത് തീർന്നു. പക്ഷെങ്കിൽ ഇത് ഇങ്ങനെ ഇരിക്കുകയാണ്, അത് എവിടം വരെ പോകുന്നു എന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ അങ്ങനത്തെ ഒരു കഥാപാത്രം വേദപുസ്തകത്തിൽ കാണാൻ ഒരാൾ മാത്രമേ ഉള്ളൂ, അത് നമ്മുടെ സ്വർഗസ്ഥനായ പിതാവല്ലാതെ വേറെ ആരുമില്ല. ഇത്രത്തോളം ദീർഘക്ഷമ, അല്ലെങ്കിൽ എന്നേ നമ്മളെയൊക്കെ തീർത്ത് കളയേണ്ടതായിട്ടുള്ള സമയം കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ചെയ്തതായിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ മനസ്സിൽ ചിന്തിച്ചതായിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ ഓരോരുത്തരെ കുറിച്ച് ആഗ്രഹിച്ചതും ചിന്തിച്ചതായിട്ടുള്ള കാര്യങ്ങൾ, ആ കാര്യങ്ങളിലൊക്കെയും ഈ ജിജോ എന്ന് പറയുന്നതായിട്ടുള്ള വ്യക്തി 35 വർഷം ഇവിടെ ജീവിക്കാൻ തക്കോണം പ്രാപ്തിയുള്ളവനല്ല, എന്നേ എടുക്കേണ്ടവനാണ്. പക്ഷെങ്കിൽ അവിടെയാണ് നമ്മളെക്കാൾ വ്യത്യസ്തനാണ് ഈ ദൈവം. ഹി ഡസന്റ് റിറ്റാലിയേറ്റ് ഇൻ ദാറ്റ് വേ. ഇന്ന് നമുക്കൊരു ചെറിയ മുറിവുണ്ടാക്കുമ്പോൾ എത്ര വേഗത്തിലാണ് ഈ പറയുന്ന മറ്റേ ആളിനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിൽ നമ്മൾ തത്രപ്പാടുകൾ ഉണ്ടാക്കുന്നത്. എന്നാൽ അവിടെ ഒരു ക്രിസ്ത്യാനിയിൽ ഉണ്ടാകേണ്ടതായിട്ടുള്ള ഏറ്റവും വലിയ ഒരു സവിശേഷതയാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത്, യു ഹാവ് ടു ബി പേഷ്യന്റ്. ദീർഘക്ഷമ. അവൻ ചെയ്തോട്ടെ. അതുകൊണ്ട് തന്നെയാണ് കർത്താവ് പറഞ്ഞ, ആരെങ്കിലും നിന്റെ ഒരു ചെകിടത്ത് അടിച്ചാൽ മറ്റേത് കാണിച്ചു കൊടുക്കുക. ദാറ്റ് ഇസ് വാട്ട് ഐ ഹാവ് കം ഹിയർ ടു ടീച്ച് യു. അത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷെങ്കിൽ നമ്മളിൽ എത്ര പേർക്ക് അത് ചെയ്യാനായിട്ട് സാധ്യമായി തീരും? നമ്മളിൽ എത്ര പേർക്ക് അത്തരത്തിലെ ഒരു ദീർഘക്ഷമയുണ്ട്? എന്നെ ഏതെങ്കിലും രീതിയിൽ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണെങ്കിലും താല്പര്യമാണെങ്കിലും നീ ചെയ്തോ, എനിക്ക് കുഴപ്പമില്ല, അത് നിന്റെ ഇഷ്ടം. പക്ഷെങ്കിൽ ഐ വിൽ ബി പേഷ്യന്റ് ബിക്കോസ് ദാറ്റ് ഇസ് വാട്ട് ക്രൈസ്റ്റ് ഹാസ് ടോട്ട് മീ. അത് നമുക്ക് ചെയ്യാനായിട്ട് സാധ്യമായി തീരുന്നുണ്ടോ? ബേസിസ് ഞാൻ പറഞ്ഞു, ആരാണ് എന്നെ വിളിച്ചിരിക്കുന്നത്, എന്തിനാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. ബിഹേവിയറിൽ നമ്മൾ കണ്ടു 3 കാര്യങ്ങൾ. ഒന്ന്, എനിക്ക് ഉണ്ടാകേണ്ടതായിട്ടുള്ള ഏറ്റവും വലിയ സവിശേഷതയാണ് ഹ്യൂമിലിറ്റി. 2, എനിക്ക് ഉണ്ടാകേണ്ടതായിട്ടുള്ള ഒരു സവിശേഷതയാണ് ജെന്റിൽനെസ്. 3, എനിക്ക് ഉണ്ടാകേണ്ടതായിട്ടുള്ള ഒരു സവിശേഷതയാണ് പേഷ്യൻസ്. 4ാമത്തെ ഒരു സവിശേഷത അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത്, ബെയർ വൺ അനദർ വിത്ത് ലവ്. സ്നേഹത്തോടെ. സ്നേഹം ഒരു വലിയ വാക്കാണ്. സത്യം പറഞ്ഞാൽ കർത്താവിന്റെ കാണിച്ചതായിട്ടുള്ള ഒരു സ്നേഹം, അതിന് യഥാർത്ഥമായിട്ടുള്ള ഒരു പദം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ എഴുത്തുകാർ വളരെയധികം പ്രയാസപ്പെട്ടിട്ടുണ്ട്. ഗ്രീക്ക് ഭാഷ നമ്മൾ നോക്കുന്നതായിട്ടുള്ള സമയത്ത് സ്നേഹത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ വ്യത്യസ്തമായിട്ടുള്ള പദങ്ങളുണ്ട് ഓരോ സ്നേഹത്തിനും. ഈ പറയുന്നതായിട്ടുള്ള സ്നേഹം എന്ന് പറയുന്ന സ്നേഹം, ദറ്റ് ഇസ് അഗാപ്പെ എന്ന് പറയുന്ന സ്നേഹമാണ്. മറ്റ് 3 സ്നേഹം നമുക്ക് അറിയാവുന്നതാകുന്നല്ലോ. ഈറോസ് എന്നുണ്ട്, ഫിലിയ എന്നുണ്ട്, സ്റ്റോജെ എന്ന് പറയുന്നതായിട്ടുണ്ട്, എന്നാൽ അഗാപ്പെ. എന്താണ് ഈ അഗാപ്പെ എന്ന് പറയുന്നതായിട്ടുള്ള ഈ ഒരു സ്നേഹത്തിൻ്റെതായിട്ടുള്ള അർത്ഥം? ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അർത്ഥമാണ്. അൺകോൺകറബിൾ ബെനവലൻസ്. അൺകോൺകറബിൾ ബെനവലൻസ്. ഈ ബെനവലൻസിന്റെ ഒക്കെ മലയാളം എനിക്ക് അറിയാതെ ഞാൻ ഗൂഗിളിൻ്റെ അകത്ത് സെർച്ച് ചെയ്തു, മീനിങ് ഓഫ് ബെനവലൻസ് ഇൻ മലയാളം. അതിൻ്റെ അകത്ത് എനിക്ക് കിട്ടിയ വാക്കാണ് ദയ അല്ലെങ്കിൽ കരുണ. കീഴ്പ്പെടാൻ പറ്റാത്തവണ്ണം ഉള്ള കരുണ അല്ലെങ്കിൽ ദയ. അൺകോൺകറബിൾ ആണ് ഈ പറയുന്നതായിട്ടുള്ള ദയ, ഈ പറയുന്നതായിട്ടുള്ള ലവ് എന്ന് പറയുന്നത്. സാധാരണ ലവിനെ കുറിച്ച് നമ്മൾ പറയും ഇമോഷണൽ ആണല്ലോ ലവ്. പക്ഷെ അഗാപ്പെ എന്ന് പറയുന്ന ദൈവത്തിന്റെ സ്നേഹം ഇമോഷണൽ അല്ല. ഇമോഷണൽ ലവ് എപ്പോഴൊക്കെ ഉണ്ടോ, നമ്മുടെ ഇമോഷനെ സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ ആ ഇമോഷൻ അവിടെ തകർന്നു പോവുകയാണ്. എന്നാൽ ദൈവത്തിന്റെ ലവ് ആയിരിക്കുന്ന ഈ പറയുന്നതായിട്ടുള്ള അഗാപ്പെ ലവ്, ദിസ് ഇസ് എ വിൽഫുൾ ലവ്. ഞാൻ സ്വമേധ ഞാൻ തീരുമാനിച്ച് മുൻപോട്ട് പോകുകയാണ്. അതുകൊണ്ട് തന്നെ ഇനിയും ഞാൻ വിചാരിച്ചതുപോലെ ഒന്നുമല്ല എനിക്ക് ചെയ്തിരിക്കുന്നതെങ്കിൽ പോലും ഞാൻ അവനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കും. ഇന്നും മാതാപിതാക്കളായിരിക്കുന്നവർ അങ്ങനെ തന്നെയല്ലേ ചെയ്യുന്നത്? ചിലരുടെയെങ്കിലും ഒക്കെ മക്കള് മാതാപിതാക്കൾ ആഗ്രഹിച്ചതുപോലെ ഒന്നും ജീവിതം മുൻപോട്ട് പോയില്ല. ായിട്ടുള്ള സമയങ്ങളിലും കാലഘട്ടങ്ങളിലും നീ ഇനി കയറിപ്പോയേക്കല്ല, നീ ഇവിടേക്ക് കയറല്ല, നീയും ഞാനുമായിട്ട് ഇനി യാതൊരു ബന്ധവുമില്ല,
എന്നൊക്കെയും പറഞ്ഞ് ചിലപ്പം വീട്ടിൽ നിന്ന് ഓടിച്ചു കളഞ്ഞിട്ടുണ്ട്. എന്നാൽ പോലും ഒരു അപ്പന്റെയും അമ്മയെയും സംബന്ധിച്ചിടത്തോളം ആ സ്നേഹം അത്രയും ഒഴിച്ചു നിർത്താനായിട്ട് പറ്റത്തില്ല. നമ്മൾ വീണ്ടും സ്വീകരിക്കും. മക്കൾ ചിലപ്പോൾ അങ്ങനെ ചെയ്തെന്ന് വരത്തില്ല, പക്ഷെ ഒരു അപ്പനും അമ്മയ്ക്കും അത് ചെയ്യാതിരിക്കാനായിട്ട് പറ്റത്തില്ല. കാരണം അവരുടെ സ്നേഹം എന്ന് പറയുന്നത് എപ്പോഴും അഗാപ്പെ ലവ് ആണ്, അൺകോൺകറബിൾ ആയിട്ടുള്ള ലവ് ആണ്, അൺകോൺകറബിൾ ആയിട്ടുള്ള ബെനവലൻസ് ആണ്. ഈ മക്കൾ ഇനി എന്തൊക്കെ അപ്പനെയും അമ്മയെ കുറിച്ച് പറഞ്ഞെന്ന് പറഞ്ഞാലും ചെയ്തെന്ന് പറഞ്ഞാലും ഒരു അപ്പനും അമ്മയ്ക്കും ഒരു മക്കളെ അങ്ങനത്തെ ഒരു രീതിയിൽ ഒന്നും തന്നെ ചെയ്യാനായിട്ട് സാധ്യമായി തീരത്തില്ല. അഞ്ചാമത് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുകയാണ്, ഇതാണ് സ്നേഹമെങ്കിൽ തീർച്ചയായിട്ടും ഈ 4 നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഈ പറയുന്നതായിട്ടുള്ള ഐക്യത്തിന്റെ ആത്മാവും സമാധാനവും നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും വരുവാനായിട്ട് ഇടയായി തീരും. ഇന്ന് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് ഈ പറയുന്നതായിട്ടുള്ള താഴ്മയും വിനയവും, ഈ പറയുന്നതായിട്ടുള്ള ജെൽനസും, ഈ പറയുന്നതായിട്ടുള്ള പേഷ്യൻസും, ഈ പറയുന്നതായിട്ടുള്ള സ്നേഹവും എവിടെയും നഷ്ടപ്പെട്ടു പോയതുകൊണ്ടാണ് ഒരു പക്ഷെങ്കിൽ ഇന്ന് സഭകളിൽ തമ്മിൽ ഇന്ന് ഐക്യത്തെക്കുറിച്ച് വലിയതായിട്ടൊന്നും നമുക്ക് പറയാനായിട്ട് ഇടയായി തീരാത്തത്. ഒരു പക്ഷെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങളോ കുടുംബ ജീവിതങ്ങളോ എടുത്തു നോക്കിയാലും അത് തന്നെ നമുക്ക് കാണാനായിട്ട് സാധ്യമായി തീരും. 2 കാര്യങ്ങൾ പ്രധാനപ്പെട്ടത് ഞാൻ പറഞ്ഞു. ഒന്ന് ബേസിസ്. വാട്ട് ഈസ് ദ ബേസിസ്? ഹു ഹാസ് കോൾഡ് യു ആൻഡ് ഫോർ വാട്ട് യു ഹാവ് ബീൻ കോൾഡ്. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ചില ബിഹേവിയർ പാറ്റേൺ അപ്പോസ്തലനായ പൗലോസ് പറയാണ്, 5 പറയുന്നുണ്ട്. ഈ 5 നമുക്കിന്നുണ്ടോ? അത് നമ്മളൊന്ന് പരിശോധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അവസാനം അപ്പോസ്തലനായ പൗലോസ് പറയാണ്, ഇത് നിങ്ങളുടെ ബിഹേവിയർ ആണെങ്കിൽ ഇനി ചിലത് നിങ്ങളുടെ വിശ്വാസമായിരിക്കണം, ബിലീഫ് ആയിരിക്കണം. അതിനെക്കുറിച്ച് മൊത്തം ഒന്നും ഞാൻ പറയുന്നില്ല, പറയാൻ പോയാൽ ഒത്തിരി പറയാനായിട്ടുണ്ട്. എന്നാൽ 7 കാര്യങ്ങൾ അപ്പോസ്തലനായ പൗലോസ് അവിടെ പറയുകയാണ്. ബിലീഫ് ഓഫ് എ ക്രിസ്ത്യൻ, 1 ബോഡി, 1 സ്പിരിറ്റ്, 1 ഹോപ്പ്, 1 ലോർഡ്, 1 ഫെയ്ത്ത്, 1 ബാപ്റ്റിസം, 1 ഗോഡ്. 7 കാര്യങ്ങൾ അവിടെ പറയുകയാണ്. ഇത് നമ്മളൊന്ന് സൂക്ഷ്മമായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ ഇതിന്റെ 3 തൃത്വത്തെക്കുറിച്ചാണ് പറയുന്നത്, 4 ക്രിസ്തീയ ജീവിതത്തിന്റെ നടപ്പിനെ കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധ്യമായി തീരും. എന്നാൽ ഞാൻ പറയാനും അവസാനിപ്പിക്കാനും ആഗ്രഹിക്കുന്നത് ഒരു ഭാഗം മാത്രമാണ്. ഇത് 7 പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയക്കുറവുള്ളത് അതിലേക്ക് ഞാൻ മുതിർന്നില്ല. എന്നാൽ 6-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവം പിതാവുമായവൻ ഒരുവൻ. ഇംഗ്ലീഷിൽ ഇപ്രകാരം പറയുന്നു, ഫാദർ ഓഫ് ഓൾ, ഹു ഈസ് ഓവർ ഓൾ ആൻഡ് ത്രൂ ഓൾ ആൻഡ് ഇൻ ഓൾ. ഞാൻ വായിച്ചതായിട്ടുള്ള C.H. സ്പർജന്റെ ഒരു ഡിവോഷണൽ ബുക്കിൻ്റെ അകത്ത് ഈ പറയുന്നതായിട്ടുള്ള ഒരു അനുഭവത്തിന് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇന്റർപ്രിട്ടേഷൻ ആണ് അദ്ദേഹം നൽകിയത്. അത് തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ, നമ്മളായിരിക്കുന്ന ഈ COVID-19 ഈ ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും നമുക്ക് അല്പം ഉറപ്പും അല്പം വിശ്വാസവും നൽകുന്നതാണ്. ഒന്നാമത് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത്, ഹി ഈസ് ദ ഫാദർ ഓഫ് ഓൾ. അതിന് C.H. സ്പർജൻ പറയുകയാണ്, ഹി ഈസ് ദ വൺ ഹു ഹാസ് ക്രിയേറ്റഡ് എവറിഥിങ്. ഹി ഈസ് ദ ക്രിയേറ്റഡ് ഓഫ് ഓൾ. എന്നാൽ അവിടെ C.H. സ്പർജൻ വളരെ ബ്യൂട്ടിഫുള്ളി പറയുകയാണ്, ഉപയോഗിച്ചിരിക്കുന്ന പദം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഫാദർ. ഇറ്റ് ഇസ് നോട്ട് കിങ്, ഇറ്റ് ഇസ് നോട്ട് ജഡ്ജ്, ബട്ട് ഇറ്റ് ഇസ് ഫാദർ. The Christian idea of God begins in love. ദൈവത്തിന്റെ ഒരു ഐഡിയ, ക്രിസ്തീയമായിട്ടുള്ള ഒരു അനുഭവം നമ്മൾ എടുത്തു നോക്കിയാൽ അത് ആരംഭിക്കുന്നത് സ്നേഹത്തിലാണ്. അതുകൊണ്ടാണ് ദൈവത്തെ രാജാവ് എന്നല്ല സങ്കല്പിച്ചിരിക്കുന്നത്, ദൈവത്തെ ഒരു ന്യായാധിപൻ എന്നല്ല സങ്കല്പിച്ചിരിക്കുന്നത്. ദൈവം ഇത് രണ്ടും ആണ്, ഈ യാതൊരു സംശയവുമില്ല. ബട്ട് he refers to call as father, which means he's created everything in the fatherly love. പിതാവിന്റെ ഒരു സ്നേഹത്തിലാണ് ഇതെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് പറയുന്നു. 2 പറയുന്നു, he is above all, എല്ലാത്തിലും മീതെയാണ്. അതിന് C.H. സ്പർജൻ കൊടുക്കുന്ന ഒരു ഇന്റർപ്രിട്ടേഷൻ ആണ്, he controls everything. എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്നതാണ്. ഇന്നൊരു പക്ഷെങ്കിൽ ഈ ഒരു മഹാമാരി തീരാത്തതായിട്ടുള്ള സമയത്ത് തീർച്ചയായിട്ടും നമ്മുടെ ഒക്കെയും പലരുടെയും മനസ്സിൽ ചിന്തയുണ്ട്, എന്തുകൊണ്ട് ദൈവം ഇതിനെയൊന്നും നിയന്ത്രിക്കുന്നില്ല, എന്തുകൊണ്ട് ഇതൊന്നും അവസാനിപ്പിക്കുന്നില്ല? നമ്മൾ എല്ലാവരും ചോദിക്കുകയാണ്. ഇന്നലെ 7000 ആയിരുന്നു, ഇന്ന് അത് എത്ര എത്തും എന്ന് നമ്മൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. എത്രയായിരിക്കും ഇന്നത്തെ ആ നമ്പർ, എവിടെ പോകും എന്ന് ഞാൻ സംശയിച്ചിരിക്കുകയാണ്. പക്ഷെ എങ്കിൽ ഒട്ടും സംശയിക്കേണ്ട, ഹി ഈസ് അബവ് ഓൾ, ഹി കൺട്രോൾസ് എവറിഥിങ്. എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നതായിട്ടുള്ള ഒരു ദൈവമാണ് എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്. 3-ാമത് അവിടെ ഉപയോഗിച്ച പദമാണ് ഹി ഈസ് ത്രൂ ഓൾ. അതിന് C.H. സ്പർജൻ പറയുന്നത് ഹി സസ്റ്റെയിൻസ് ഓൾ. എല്ലാത്തിനെയും നിലനിർത്തുന്നതായിട്ടുള്ള ഒരു ദൈവമാകുന്നു
ഈ പറയുന്നതായിട്ടുള്ള ഒരു ദൈവം. എവ്രിതിങ് ഈസ് ബീങ് സസ്റ്റെയിൻഡ് ബൈ ഹിം. ഒരു കാര്യം പോലും ദൈവം സസ്റ്റെയിൻ ചെയ്യാതെ പോകുന്നില്ല എന്ന് പറയുന്നു. എന്നിട്ട് അവസാനം പറയുന്നു, ഹീസ് ഇൻ ഓൾ, എല്ലാവരിലും ഉണ്ട്. ഹീസ് പ്രസന്റ് എവ്രിവെയർ. എല്ലാവരിലും ഈ ദൈവത്തിൻ്റെതായിട്ടുള്ള അംശമുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും നമ്മളെ സൃഷ്ടിച്ചത്. ഹീസ് പ്രസന്റ് എവ്രിവെയർ. ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിന്റെ അകത്ത് ഈ ദൈവത്തിന്റെ അംശം കാണാനായിട്ട് സാധ്യമായി തീരും. A created God, a God who's controlling everything, a God who's still sustaining. And this is a world which is God-filled world. ദൈവം നിറഞ്ഞ ഒരു ലോകമാണ്. ഒരു പക്ഷെങ്കിൽ ഈ ദൈവത്തെ അറിയാത്തവർക്ക് ദൈവത്തെ ഇവിടെ കാണിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. അവിടെയാണ് നമ്മുടെ മുൻപിൽ ഒരു വലിയ വെല്ലുവിളി. എന്തിനു വേണ്ടിയിട്ടാണ്? പിതാവിനെ ക്രിസ്തു അറിഞ്ഞതുപോലെ ഈ ലോകം ക്രിസ്തുവിനെ അറിയണമെന്നുണ്ടെങ്കിൽ ശിഷ്യന്മാരെന്ന് അവകാശപ്പെടുന്നവരായിട്ടുള്ള നമ്മൾ, ദൈവമക്കൾ എന്ന് അവകാശപ്പെടുന്നതായിട്ടുള്ള നമ്മളിൽ കൂടെ മാത്രമേ ഈ ലോകത്തിൽ ദൈവത്തെ നമുക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് സാധ്യമായി തീരത്തുള്ളൂ. എന്നെ കേൾക്കുന്നതായിട്ടുള്ള പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഐക്യത്തെക്കുറിച്ച് പറയാനും പ്രസംഗിക്കാനും ഒക്കെയും എത്ര ഈസി ആകുന്നു. എന്നാൽ പോലും ഇന്ന് എവിടെയാകുന്നു നമുക്കൊന്ന് യോജിക്കാനായിട്ട് സാധ്യമായി തീരുന്നത്? എന്തിന് നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ മറ്റ് സഭകളെക്കുറിച്ച് നമ്മൾ പറയണം? നമ്മുടെ തന്നെ ജീവിതങ്ങളൊന്ന് എടുത്തു നോക്കാം. 485-500 അടുത്ത് കുടുംബം നമ്മുടെ ഇടവകയിലുണ്ടല്ലോ. എല്ലാവരുമായിട്ട് നമുക്ക് ഐക്യതയുണ്ടോ? ചിലരെയൊക്കെ താഴ്ത്താൻ വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ ശ്രമിക്കാറുണ്ടോ? ചിലരെയൊക്കെയും ഇല്ലായ്മ ആക്കാൻ വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ ശ്രമിക്കാറുണ്ടോ? നമ്മൾ ആദ്യം ഇവിടെ നോക്കിയാൽ പോരെ, പിന്നീട് നമ്മൾ വെളിയിലോട്ട് ഇറങ്ങിപ്പോയാൽ പോരെ. എന്നാൽ ഈ ഐക്യതയുടെ ഒരു അനുഭവം വരണമെന്നുണ്ടെങ്കിൽ ചില ഗുണങ്ങൾ നമ്മളിൽ ഉണ്ടാകണം, എന്നിലുണ്ടാകണം, നമ്മളിൽ എല്ലാവരിലും ഉണ്ടാകണം. ഒന്ന്, വിനയം എനിക്കുണ്ടാവണം. എല്ലാത്തിലും നമ്മളൊന്നും ആയി തീർന്നിട്ടില്ല. ഇന്ന് ഞാൻ മറ്റുള്ളവനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് ഞാൻ എന്തോ ആയി തീർന്നെന്ന് തോന്നുന്നത്. ദൈവം ആഗ്രഹിച്ച പെർഫെക്ഷനിൽ എനിക്ക് എത്താനായിട്ട് പറ്റത്തില്ല. സൗമ്യമായിട്ട് നമുക്ക് ഇടപെടാൻ പറ്റിയിട്ടുണ്ടോ? ചില അധികാരങ്ങൾ ആരെങ്കിലും ഒക്കെ തന്നു കഴിയുമ്പോൾ ആ അധികാരത്തെ ഏത് രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ സൂക്ഷ്മമായിട്ട് പരിശോധന ചെയ്യണം. അവിടെയാണ് ജെന്റിൽനെസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു ആശയം. പേഷ്യൻസ്. ഇന്നെനിക്ക് ക്ഷമയുണ്ടോ? ആരെങ്കിലും ചെറിയ രീതിയിലെങ്കിലും നമ്മളെ ഒന്ന് നോവിച്ചാൽ അവനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറായി തീരും. നമ്മൾ പക്ഷെ മിടുക്കന്മാരാണ്, നേരിട്ട് വന്ന് വാളും കൊണ്ട് അടിക്കത്തില്ലല്ലോ. പക്ഷെങ്കിൽ അല്ലാത്തതെല്ലാം ചെയ്ത് തകർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കും. പക്ഷെ ദീർഘക്ഷമ ചെയ്തോട്ടെ. കർത്താവും സഹിച്ചു, അങ്ങേയറ്റത്തോളം സഹിച്ചു, ഇന്നും നമ്മളെ സഹിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് നമ്മളെയൊക്കെയും ഇതുപോലെ നിലനിർത്തിയിരിക്കുന്നത്. സ്നേഹം, ലവ്. ആ ലവ് ഉണ്ടെങ്കിൽ മറ്റെല്ലാത്തിനെയും മറക്കും. ലവ് കോൺകേഴ്സ് ഓൾ എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. എല്ലാത്തിനെയും തകർക്കാനായിട്ട് സാധ്യമായി തീരും. ആ ഒരു സ്നേഹത്തിന്റെ അനുഭവം ഇന്ന് നമുക്ക് ഉണ്ടോ? ഈ 4 ഉണ്ടെങ്കിൽ ഐക്യത തന്നെത്താനെ വന്നു ചേരും, സമാധാനം ഉണ്ടാകും. ആ ഒരു വലിയ അനുഭവത്തിലേക്ക് പ്രവേശിപ്പാൻ തക്കോണം ത്രിയേക ദൈവം നമ്മളെ എല്ലാവരെയും ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് സഭകളിലെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. സഭയിലെ ഐക്യതയെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിലും മേൽപ്പട്ടക്കാർ തമ്മിലും പട്ടക്കാർ തമ്മിലും ആത്മായർ തമ്മിലും വിശ്വാസ ജനം തമ്മിലും എപ്പോഴും ഒരു ഐക്യത ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് ആ ഐക്യതയിൽ തന്നെ മുൻപോട്ട് പോകുവാൻ. ഞാൻ പറഞ്ഞല്ലോ, യൂണിഫോമിറ്റി അല്ല, എല്ലാവരും ഒന്നാകണമെന്നല്ല. എല്ലാവർക്കും വ്യത്യസ്തമായ ചിന്തകളാണ്, വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണ്. എന്നാൽ നമ്മുടെ മെയിൻ ഒബ്ജക്റ്റീവ് ഒന്നായിരിക്കണം. ആ ഒബ്ജക്റ്റീവിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്രയായി നമുക്കിതിനെ കാണുവാനും നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാനും ത്രിയേക ദൈവം ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.